രാജ്യത്തെ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന റിപ്പോർട്ട്. നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ടിലാണ് കേരളത്തിന് ഈ നേട്ടം സ്വന്തമായിരിക്കുന്നത്. രാജ്യത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം മാത്രമാണ്. ജില്ലകൾ താരതമ്യം ചെയ്യുമ്പോൾ തൊട്ടു മുമ്പത്തെ വർഷം എറണാകുളത്തെ ദാരിദ്ര്യ നിരക്ക് 0.10 എന്നതായിരുന്നു. ഇത് ഇത്തവണ 0 എന്ന തോതിലേക്ക് താഴ്ന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ മേഖലകളിലെ 12 സൂചികത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2015-16 കാലയളവിലെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ ശതമാനം 0.70 നിലവാരത്തിലായിരുന്നു. 2019-21 കാലയളവിൽ ഇത് 0.50 എന്ന തോതിലേക്ക് കുറഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ 50,000 ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കടന്നു എന്നതാണ്. ജില്ലകൾ താരതമ്യം ചെയ്യുമ്പോൾ ദാരിദ്ര്യ നിരക്കിൽ എറണാകുളം ഇന്ത്യയിലെ മറ്റെല്ലാ ജില്ലകളെയും മറികടന്നു. കഴിഞ്ഞ വർഷം 0 പോവർട്ടി നിലവാരം രേഖപ്പെടുത്തിയ കോട്ടയം ജില്ലയ്ക്ക് ഇത്തവണ നേട്ടം നിലനിർത്താനായില്ല. കോട്ടയത്തെ ദാരിദ്ര്യ നിരക്ക് ഇത്തവണ 0.14 നിലവാരത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തവണ ദാരിദ്ര്യത്തിന്റെ നിരക്ക് 0.94%. ഇത് ഇത്തവണ 1.70% വർദ്ധിച്ചു. കോഴിക്കോട് ജില്ലയിലും ദാരിദ്ര്യ നിരക്കുകളിൽ വർധനയുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോടിന്റെ നിരക്ക് 0.26% എന്നായിരുന്നു. ഇത്തവണ ഇത് 0.68% എന്ന തോതിലേക്ക് ഉയർന്നു. എന്നാൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും ദാരിദ്ര്യ നിരക്ക് 1% താഴെ മാത്രമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതല്ല സ്ഥിതി. വയനാട്, ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ, തൃശൂർ, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. കേരളം കഴിഞ്ഞാൽ ദാരിദ്ര്യ നിരക്കിൽ കുറവുള്ളത് തമിഴ്നാട്, ഡൽഹി, ഗോവ എന്നിവിടങ്ങളിലാണ്. 2015-16 മുതൽ 2021 മാർച്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 13.5 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്കിൽ 10% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.